വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 4, 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു ദൗത്യം ആരംഭിക്കുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബൂലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു. ഇത് ഏശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവൃത്തിയാക്കാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവികമായ സമീപന രീതികളും മാനുഷികമായ ചിന്താഗതികളും. യേശുവിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സമീപനങ്ങൾ പലതും മനുഷ്യന്റെ ചിന്താരീതികൾക്കും പ്രവർത്തന ശൈലികൾക്കും വിഭിന്നമായി നാം പലപ്പോഴും കാണാറുണ്ട്. ഇന്നത്തെ സുവിശേഷം തന്നെ അതിന് ഒരു ഉദാഹരണം ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. യേശുവിന്റെ മുൻഗാമിയായി യേശുവിന്റെ പാത ഒരുക്കുക എന്ന ഏക ദൗത്യവുമായി അയക്കപ്പെട്ട യോഹന്നാൻ മാംദാന ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടെ ആ ദൗത്യം തന്റെ ജീവിതത്തിൽ അനസ്യൂതം പ്രാവർത്തികമാക്കാൻ അത്യധ്വാനം ചെയ്തവനായിരുന്നു എന്ന് അന്നുള്ള എല്ലാവർക്കും അറിയാം. ആ യോഹന്നാൻ യേശുവിന്റെ ഒരു കസിൻ സഹോദരനും കൂടിയാണ്. അദ്ദേഹം ബന്ധനസ്ഥനാകുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു എന്ന് കേട്ടപ്പോൾ യേശു തന്റെ ബന്ധുവും കൂടിയായിട്ടുള്ള എല്ലാ തരത്തിലും തന്നെ സഹായിക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ച യോഹന്നാനെ ജയിലിൽ നിന്ന് വിമോചിതനാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന് പകരം ആ സ്ഥലത്തു നിന്ന് താരതമ്യേന വിജനവും അജ്ഞാതവുമായ ഒരു സ്ഥലത്തേക്ക് പിന്മാറി എന്നാണ് ഇന്നത്തെ സുവിശേഷത്തില് നാം വായിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം യേശു അങ്ങനെ പ്രവർത്തിച്ചു കാണുക? നന്ദികേടിന്റെയോ ഭീരുത്വത്തിന്റെയോ ലാഞ്ചനയായിരിക്കുമോ അത്? ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല. യേശു ഇതുവഴി നിത്യസനാതനമായ ഒരു സത്യം തന്റെ അനുയായികളെ പഠിപ്പിക്കുകയാണ് എന്ന് വേണം വിചാരിക്കാൻ. എല്ലാ പീഡനങ്ങളും ഒഴിവാക്കപ്പെടേണ്ടതോ എല്ലാ ബന്ധനങ്ങളും വിമോചിതരാകേണ്ടതോ ആണ് എന്ന ധാരണ യേശുവിനില്ല. യേശു ഒരിക്കൽ പറയുകയുണ്ടായി, നീതിയെ പ്രതി പീഡ അനുഭവിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതിന്റെ പൊരുള് സ്വന്തം ജീവിതത്തിലൂടെ പ്രകാശിതമാക്കുകയാണ് ഇവിടെ. യോഹന്നാൻ എല്ലാവിധത്തിലും നീതിനിഷ്ഠതയിലും സത്യസന്ധതയിലും ഒരാളുടെയും പുറകിലല്ല എന്ന് എല്ലാ മനുഷ്യരാലും പ്രകീർത്തിക്കപ്പെട്ട ആ യോഹന്നാൻ ബന്ധനസ്ഥനാകുകയും കാരാഗ്രഹവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ആ പീഡനങ്ങളും ദുരന്തങ്ങളും അദ്ദേഹത്തിന്റെ മഹത്വപൂർണമായ ജീവിതത്തിന്റെ രാജപാതയായി തീരും എന്നുള്ള ആ സത്യം ജനങ്ങളെ പഠിപ്പിക്കുകയാണ് യേശു ഇവിടെ. എന്നാൽ അതേസമയം തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷയുടേതായിട്ടുള്ള ചിന്തകൾ ജനങ്ങളിൽ സജീവമാകുന്നതിനു വേണ്ടിയുള്ള ദൈവിക പ്രവർത്തനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടും സുവിശേഷത്തിൽ കാണുന്നു. താരതമ്യേന വിജനമായിട്ടുള്ള പ്രദേശത്തിലേക്ക് യേശു പിൻവാങ്ങിയതിനു ശേഷം യേശു ജനങ്ങളെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയാണ്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന പ്രതീക്ഷയുടേതായിട്ടുള്ള ചിന്തകൾ ജനങ്ങളിലേക്ക് യേശു സന്നിവേശിപ്പിക്കുകയാണ് ആ സമയം. മനുഷ്യനെ സംബന്ധിച്ച് ആ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കരണീയം. ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടി മനുഷ്യൻ തന്നെ ഒരുക്കാൻ ഇടവരുമ്പോ
മനുഷ്യന്റെ മനോഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചാണ് മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് നാം ഗ്രഹിച്ചെടുക്കണം, ദൈവികമായ പദ്ധതികൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില മാനങ്ങളുണ്ട്. മനുഷ്യന്റെ ഉപരിപ്ലവമായ ചിന്തയിൽ നിന്നും പ്രവർത്തന ശൈലികളിൽ നിന്നും പലപ്പോഴും അത് വിഭിന്നമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശു ഈ സത്യം പലപ്പോഴായിട്ട് സുവിശേഷങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ശിഷ്യപ്രമുഖനായ പത്രോസിനോട് തന്നെ ഇത് വെളിപ്പെടുത്തുന്നു. നീ കേവലം മാനുഷികമായ രീതിയിൽ മാത്രം ചിന്തിക്കുന്നു. ദൈവികമായിട്ടുള്ള ചിന്ത നിന്നിൽ അശേഷമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹനം എന്ന് കേട്ടപ്പോ നീ അതിനെ തള്ളിപ്പറയാൻ ഇടവരുന്നത്. അതുകൊണ്ട് നീ എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകൂ സാത്താനെ എന്ന രീതിയിൽ ധർമ്മരോഷത്തോടുകൂടിയും ദുഃഖത്തോടുകൂടിയും ശിഷ്യപ്രമുഖനോട് യേശു പറയുന്നതിന്റെ പൊരുൾ ഇതാണ്. യഥാർത്ഥത്തിൽ ക്രൈസ്തവരായിട്ടുള്ള നാം മനസ്സിലാക്കിയെടുക്കണം, എല്ലാ സഹനവും മാറ്റപ്പെടേണ്ടതല്ല. സഹനത്തിന് രക്ഷാകരമായിട്ടുള്ളൊരു മൂല്യമുണ്ട് എന്ന് ഉള്ള ക്രൈസ്തവ വീക്ഷണം നാം മറന്ന് ക്രിസ്ത്യാനികളാകാം എന്ന് നാം ധരിക്കേണ്ടതില്ല.